മാലേഗാവ് സ്ഫോടന കേസിൽ 4 പ്രതികളെയും വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ റദ്ദാക്കി. മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. തൗഫീഖ് അസ്ലമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. തൗഫീഖ്, എന്താണ് ഈ നടപടിക്ക് കാരണം? അരുതി, കോടതി ഉത്തരവിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. മാലേഗാവ് സ്ഫോടന കേസിൽ 2006 ഈ സ്ഫോടനം നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 4 പേരെയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കോടതി റദ്ദാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ മുംബൈയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രാജേന്ദ്ര ചൗധരി, ലാകേഷ് ശർമ്മ, ദാൻ സിംഗ്, മനോഹർ റാം സിംഗ്, നൻവാരിയ എന്നിവരെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സി ചന്ദ്രശേഖർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നടപടി. ഈ വിധിയുടെ പൂർണ്ണ ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. അതിനുശേഷമായിരിക്കും എന്ത് കാരണത്താലാണ് കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. നേരത്തെ ഈ കേസ് പരിഗണിച്ച സമയത്ത് തെളിവുകളുടെ അഭാവങ്ങൾ ഉൾപ്പെടെ കോടതി ഈ വിചാരണ സമയത്ത് പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. 2019 ജൂണിൽ ഈ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രതികളെ 4 പേരെയും കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണമെന്ന് NIA പലതവണ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ, കാരണം ഇവരെ പ്രതിപട്ടികയിൽപ്പെടുത്താനായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കുന്നത് പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചുവെന്ന് കോടതി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായവരെ കുറച്ചുനാൾ മുമ്പ് കോടതി വെറുതെ വിട്ടിരുന്നു. അവരെ വെറുതെ വിട്ടതിനു ശേഷമാണ് ഇപ്പോൾ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിഗണിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഈ കേസിൽ അറസ്റ്റിലായിരുന്നവർ പിന്നീട് അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അവരെ കൂടി ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. 2006 ഈ സ്ഫോടനം മാലേഗാവിൽ നടക്കുന്നത്. മാലേഗാവിൽ ഒരു പള്ളിക്ക് സമീപമായിട്ടായിരുന്നു ഈ സ്ഫോടനം നടക്കുകയും പിന്നീട് അതിൽ വലിയ രീതിയിലുള്ള ATS ഉൾപ്പെടെ അതിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഇതിൽ നിരവധി ആളുകളെ അന്വേഷണ സംഘം പിടികൂടുകയെല്ലാം ചെയ്തിരുന്നു. ഇതിൽ കൃത്യമായിട്ട് ആരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ പിടികൂടിയ എല്ലാവരെയും കോടതി ഇപ്പോൾ വെറുതെ വിടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിധിയുടെ പൂർണ്ണ വിവരം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.